ഒരു ചോദ്യം. കൂട്ടിലങ്ങാടി മുഖാമുഖത്തിൽ വെച്ചുകൊണ്ട് ഈ കുരുവട്ടൂരിൻ്റെ ഒരു വ്യക്തി അദ്ദേഹം മൊബൈൽ കൊടുക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് കൈ കൊടുക്കുന്നത് ആരെങ്കിലും ഒരു മൊബൈൽ കൊടുക്കുമ്പോൾ ഞാൻ മൊബൈൽ സ്വന്തം ഇഷ്ടം യൂസ് ചെയ്യുക. അപ്പോൾ ഒരു വജുഹ് ശിബ്ഹ് എന്ന് വായിച്ചപ്പോൾ അന്ന് മുഖാമുഖത്തിൽ തിരുത്തി കൊടുത്തിരുന്നു. അപ്പം ഈ പെരിന്തൽമണ്ണ മുഖാമുഖത്തിൽ അങ്ങനെ വജുഹ് ശിബ്ഹ് എന്ന് തന്നെ വായിക്കാം, അങ്ങനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് ഒന്ന് വിശദീകരിച്ചാൽ, ആ മൊബൈലിന് കൊടുത്തതുപോലെ ഒന്നും വിശദീകരിച്ചാൽ തിരക്കില്ലായിരുന്നു. ശബുഹും ശിബുഹും വായിക്കുക, രണ്ടിനും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഏതും വായിക്കുക, നിങ്ങളെ അറിവുകേട് കൊണ്ടാണെന്നാണ് അവിടെ വെച്ച് പറഞ്ഞത്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കും. കൂട്ടിലങ്ങാടി മുഖാമുഖത്തിൽ ചോദിക്കാൻ വന്ന ഒരു സഹോദരൻ വജുഹു ശിബ്ഹ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ചോദിച്ചപ്പോൾ കാലങ്ങളായി കിതാബുകൾ ഓതുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഉസ്താദുമാർ കേട്ട എല്ലാ ആളുകളും അത് ശിബ്ഹല്ല ശബഹ് എന്നാണ് അവിടെ വായിക്കേണ്ടത് എന്ന് ബോധ്യപ്പെട്ടിട്ട് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ സദസ്സിൽ വെച്ച് ഉസ്താദ് എഴുന്നേറ്റ് ആ സാധാരണക്കാരനെ തിരുത്തി കൊടുത്തു. അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം പിന്നെ പറഞ്ഞതൊക്കെ വജുഹു ശബഹ് എന്ന്. പക്ഷേ പിന്നീട് മറ്റു പ്രഭാഷണങ്ങളിലൊക്കെ അതിനെ ന്യായീകരിച്ചു കൊണ്ടുവന്നെത്തിയ ആളുകൾക്ക് അവിടെ ശിബ്ഹാണോ ശബഹാണോ എന്താണ് വായിക്കേണ്ടത് എന്ന് യഥാർത്ഥത്തിൽ തിരിഞ്ഞിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ പള്ളി ദർസുകളിൽ ഓതുന്ന മുഖ്തസറുൽ മആനിയുടെ വിവിധ ശറഹുകൾ, അതിന്റെ തൽഖീസിന്റെ വിവിധ ശറഹുകൾ അടങ്ങുന്ന ശുറൂഹു തൽഖീസ് എന്ന ഈ കിതാബ്, അത് ഒന്ന് നോക്കി അതിലെ മുഖ്തസറുൽ മആനിയും ദസൂഖിയും അതുപോലെ തന്നെ മറ്റു ശറഹുകളും ഒക്കെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ, ഏതായാലും അപ്പോ ആ സ്പോട്ടിൽ അത് നോക്കിയിട്ടുണ്ടാവില്ല. അതേസമയം പിന്നീട് വരുന്ന സമയത്ത് അതൊന്ന് നോക്കി വന്നിരുന്നെങ്കിൽ ഒരിക്കലും ഈ അബദ്ധം പറയില്ലായിരുന്നു. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു തന്നെ ഈ തൽഖീസിന്റെ ഒരു ഇബാറത്ത് വഅലം അന്നഹു ഖദ് യുന്തസഉ ശബഹു എന്ന് പറയുന്ന ഇബാറത്തിനെ വ്യാഖ്യാനിക്കുന്നു. അവിടെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു ഐ തമാസുലു, സാദൃശ്യത എന്നാണ് ശബഹിന്റെ ഉദ്ദേശം. എന്നിട്ട് അതിന്റെ ലുഗത്ത് എന്ന് പറയും, അറബിയിൽ അതിന്റെ ഭാഷാ പ്രയോഗം പറയാണ്. യുഖാലു ബൈനഹുമാ ശബഹുൻ ബിത്തഹ്രീക്, ശിബ്ഹ് എന്നല്ല, ബാഇന് ഹർക്കത്ത് കൊടുത്തുകൊണ്ട് ശബഹ് എന്ന് ആണ്. ബൈനഹുമാ ശബഹുൻ, അത് രണ്ടിനും ഇടയിൽ സാദൃശ്യതയുണ്ട് എന്ന് പ്രയോഗിക്കാൻ ശബഹ് എന്നാണ് എന്ന് അവിടെ വിശദീകരിച്ചു. ഐ തശാബുഹുൻ എന്ന് അതിന് വീണ്ടും തഫ്സീർ ചെയ്തു. എന്നിട്ട് പറഞ്ഞു വൽ മുറാദു ബിഹി ഹാഹുന മാ ബിഹി തശാബുഹു, ഇവിടെ തൽഖീസിൽ ശബഹ് എന്ന് മാത്രമാണ് പറഞ്ഞതെങ്കിലും ഏതു മുഖേനയാണോ ഈ സാദൃശ്യത ഉണ്ടാകുന്നത് എങ്കിൽ അതാണ് ഈ വാക്കിന്റെ ഉദ്ദേശം. അഇനി വജ്ഹ ശബഹി, ഈ വാക്കുകൊണ്ട് ഞാൻ മാ ബിഹി തശാബുഹു എന്ന് പറഞ്ഞത്, എന്റെ പ്രയോഗം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് വജ്ഹു ശബഹിനെയാണ് എന്ന് ഇമാം സഅദുദ്ദീൻ തഫ്താസാനി അതിനെ വ്യാഖ്യാനിച്ചു പറഞ്ഞു. ഇതിൽ നിന്നു തന്നെ ശബഹ് എന്നാണോ ശിബ്ഹ് എന്നാണോ വായിക്കേണ്ടത് എന്ന് കൃത്യമാണ്. മഹാനവറുകൾ പറഞ്ഞതു തന്നെ ബൈനഹുമാ ശബഹുൻ, അതിന്റെ ലുഗത്ത് അവ രണ്ടുകൾക്കിടയിലും ശബഹുണ്ട്, സാദൃശ്യതയുണ്ട് എന്ന് പറയാൻ ബിത്തഹ്രീകി, ബാഇനെ ഹർക്കത്ത് കൊടുത്തുകൊണ്ടാണ് പറയേണ്ടത് എന്നാണ്. ഇനി നോക്ക്, അതിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ദസൂഖി
അവരുടെ ഷറഹിൽ വ്യാഖ്യാനിക്കുന്നു. ഐ തമാസുലു എന്ന് പറഞ്ഞ സഅദുദ്ദീൻ തഫ്താസാനിയുടെ ആ ഖൗലിനെ എടുത്തുകൊണ്ട് പറയാണ് അശാറ ബിഹി. ഈ തമാസുൽ എന്ന വാക്കുകൊണ്ട് ഇവിടെ സഅദ് തങ്ങൾ ചെയ്തത് ഇലാ അന്ന ശബഹ ബിഫത്ഹി ശീനി വൽ ബാഇ. ശബഹ് എന്ന ഇവിടുത്തെ പ്രയോഗം അത് ഷീനിനും ഫതഹാണ് ബാഇനും ഫതഹാണ്. ഇസ്മു മസ്ദരിൻ അത് ഇസ്മു മസ്ദറാണ്. ബിമഅന തശാബുഹി വത്തമാസുലി. തശാബുഹ് തമാസുലി സാദൃശ്യത എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ബഹുമാനപ്പെട്ട തൽഖീസിന്റെ മറ്റൊരു ഷറഹാണ് മവാഹിബ്. അതിൽ ഇതിനെ വീണ്ടും മഹാനവറുകൾ അതിന്റെ മുസന്നിഫ് ഉദ്ധരിക്കുന്നുണ്ട്. ഖദ് യുന്തസഉ ശബഹു എന്ന് പറഞ്ഞപ്പോ ബിഫത്ഹി ശീനി വൽ ബാഇ ബിമഅന തശാബുഹി വത്തമാസുലി വൽ മുറാദു ബിഹി ഹുനാ മാ യഖഉ ബിഹി തശാബുഹു വഹുവ വജ്ഹു ശബഹി. ശുറൂഹുൽ തൽഖീസിൽ ഇനി നിങ്ങൾ നോക്ക് തജ്രീദ്. അത് ഇതിന്റെ മറ്റൊരു ഷറഹാണ്. ആ തജ്രീദിൽ വളരെ കൃത്യമായി തന്നെ ഈ വിഷയം പറയുന്നുണ്ട്. ഇതേ വാക്കിനെ തന്നെ വ്യാഖ്യാനിച്ച് ഖദിയുന്തസഉ എന്നതിനെ കുറിച്ച് തജ്രീദിൽ പറയുന്നു. അവിടെ ഹർക്കത്ത് കൊണ്ടാണ് വായിക്കേണ്ടത് എന്ന് ഷഅദ് തങ്ങൾ പറഞ്ഞ ആ വാക്ക് എടുത്തുകൊണ്ട് പറയുന്നു. ഇൽമ് എന്ന പ്രയോഗം പോലെ ശിബ്ഹ് എന്ന് വായിക്കുന്നത് ശിബ്ഹ് എന്ന പ്രയോഗം അതിന്റെ അർത്ഥം ഫഹുവ ശബീഹു അയിൽ മസീലു എന്നാണ് അതിന്റെ അർത്ഥം. തുല്യമായ സാധനം എന്നൊക്കെ വേണമെങ്കിൽ അതിന് നമുക്ക് വ്യാഖ്യാനിക്കാം, അർത്ഥം പറയാം. ഇങ്ങനെ ബഹുമാനപ്പെട്ട ഇമാമിങ്ങളൊക്കെ അവരുടെ ഗ്രന്ഥങ്ങൾ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ലിസാനുൽ അറബ് എന്ന ഒരു ഡിക്ഷണറിയിൽ ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു അതിനെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മേലെ കുതിര കയറാൻ വേണ്ടി പെരിന്തൽമണ്ണയിൽ ഒരു സംസാരത്തിൽ വെച്ച് നടത്തിയ യഥാർത്ഥത്തിൽ ലിസാനുൽ അറബ് നോക്കിപ്പെട്ടതാണ്. ലിസാനുൽ അറബ് നോക്കിപ്പെട്ടതാണ്. എന്താണ് അറബി ഡിക്ഷണറി പോലും നോക്കുക എങ്ങനെയാണ് എന്നറിയാത്ത കക്ഷികളാണ് മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാരുടെ മേലെ അർത്ഥം വെക്കാനും അർത്ഥം വെപ്പിക്കാനും ലുഗത്ത് പരിശോധിക്കാനും അവരുടെ വിജ്ഞാനത്തിന്റെ ആഴം ചോദ്യം ചെയ്യാനും ഒക്കെ വരുന്നത്. ശബഹ് എന്ന വാക്കിനെ കുറിച്ച് ലിസാനുൽ അറബ് അതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ അവിടെ അശ്ശിബുഹു വശബഹു വശബീഹു ഇങ്ങനെ മൂന്നും കൊടുത്തിട്ട് പറഞ്ഞു അൽ മിസ്ലു. ശിബ്ഹ്, ശബഹ്, ശബീഹ് മൂന്നിന്റെയും അർത്ഥം മിസ്ല് എന്നാണ് എന്ന് പറഞ്ഞു. ഇത് കണ്ടപ്പോൾ മനസ്സിലാക്കി വജു ശിബ്ഹ് എന്നും വായിക്കാം, വജു ശബഹ് എന്നും വായിക്കാം. യഥാർത്ഥത്തില് ശിബ്ഹ് എന്ന ശബഹ് എന്ന അതേ അർത്ഥത്തിൽ ശിബ്ഹും ഉണ്ട് എന്ന് പറഞ്ഞത് മിസ്ലിന്റെ മാനാക്കാണ്. തുല്യമായ വസ്തു, ഉപമ എന്ന അർത്ഥത്തിലാണ് ശബഹിന്റെ അതേ അർത്ഥത്തിൽ ശിബ്ഹും ഉണ്ടെന്ന് പറഞ്ഞത്. അതേസമയം പിന്നീട് അതിന്റെ ശേഷം വബൈനഹുമാ ശബഹുൻ ബിത്തഹ്രീകി സാദൃശ്യത എന്ന അർത്ഥത്തിൽ ശബഹ് എന്നാണ് പ്രയോഗിക്കേണ്ടത്. ഹർക്കത്ത് കൊടുത്തുകൊണ്ട് ശബഹ് എന്നാണ് ശിബ്ഹ് എന്നല്ല എന്ന് ലിസാനുൽ അറബിൽ തന്നെ അവിടെ ലബത്താക്കിയിട്ടുണ്ട്. ലിസാനുൽ അറബ് മാത്രമല്ല എല്ലാ ലുഗത്തിന്റെ എല്ലാ അറബി ഡിക്ഷണറിയിലും ഈ വിഷയം നോക്കിയാൽ ആർക്കും മനസ്സിലാകുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ ഒരു പ്രഭാഷണത്തിന്റെ ക്ലിപ്പ് ഇന്ന് ഒരു സഹോദരൻ അയച്ചു തന്നു. അതിലൊരു പുതിയ ന്യായം, ഒരു പുതിയ വ്യാഖ്യാനം. എന്താണത്? ശിബ്ഹ് എന്നും വായിക്കാം, ശബഹ് എന്നും വായിക്കാം. ഒന്ന് ഉപമയാക്കുന്നതിന്റെ ന്യായം, മറ്റൊന്ന് അത് ശബഹ് എന്ന് വായിച്ചാൽ. ശിബ്ഹ് എന്ന് വായിച്ചാലോ ഉപമയുടെ ന്യായം. സുബ്ഹാനല്ലാഹ്, നഫായിസ് എങ്കിലും ഒന്ന് നോക്കി വന്നിരുന്നെങ്കിൽ അത് ഒരിക്കലും പറയില്ലായിരുന്നു. നഫായിസിൽ കാണാം ഫലാ ബുദ്ദലഹു, തശ്ബീഹിന് അത്യാവശ്യമാണ് മിൻ തൊറഫൈനി, രണ്ട് കാര്യങ്ങൾ, ഒന്ന് മുശബ്ബഹ് ബിഹി, മറ്റൊന്ന് മുശബ്ബഹ്. സാധാരണക്കാർക്ക് മനസ്സിലാകാൻ ആരെയാണോ സാദൃശ്യപ്പെടുത്തുന്നത് എങ്കിൽ അതും ആ
ആരോടാണോ സാദൃശ്യപ്പെടുത്തുന്നതെങ്കിൽ അതും. പിന്നെ പറഞ്ഞു വവജിഹി ശബഹിൻ മുശ്തറകിൻ ബൈനഹുമാ, ഈ മുശബ്ബഹ് ബിഹിയുടെയും മുശബ്ബഹിന്റെയും ഇടയിൽ പങ്കാളിയായ വജ്ഹു ശബഹ്. ഉപമയുടെ വജ്ഹ് എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒന്നിനെ ഉണ്ടാവുകയുള്ളൂ. സെയ്ദ്, ആ സെയ്ദ് ഒരു പുലിയാണ്, സിംഹമാണ് എന്ന് പറഞ്ഞാൽ ആ സെയ്ദിനെ സിംഹത്തിനോട് സാദൃശ്യപ്പെടുത്തുമ്പോ സിംഹമാണ് ഉപമ എന്ന് പറയുന്നത്. ആ സിംഹത്തിന് വജ്ഹു ശിബ്ഹ് എന്ന് വായിച്ചാൽ ആ സിംഹത്തിന്റെ വജ്ഹ് എന്നേ അതിന് ന്യായം പറയാൻ കഴിയുകയുള്ളൂ. ഇവിടെ നമുക്ക് കിട്ടേണ്ടത്, നമ്മുടെ പണ്ഡിതന്മാർ വജ്ഹു ശബഹിനെ വിശദീകരിച്ചത് മുശ്തറകിൻ ബൈനഹുമാ, സെയ്ദിന്റെയും അതുപോലെ സിംഹത്തിന്റെയും രണ്ടിന്റെയും ഇടയിൽ പങ്കാളിയായി നിൽക്കുന്ന ന്യായം ഏതാണ്, കാരണം ഏതാണ്? അത് രണ്ടുപേർക്കും ശജാഅത്ത്, ധീരത ഉണ്ട് എന്നതാണ്. ഇത് ഏത് ഇൽമുൽ മആനിയുടെ കിതാബ് തുഹ്ഫത്തുൽ ഇഖ്വാൻ മുതൽക്ക് നഫായിസും അതുപോലെ തന്നെ മുഖ്തസറും മുതവ്വലും ഇതൊക്കെ കൃത്യമായി നോക്കിയാൽ ബോധ്യപ്പെടും. ലോകത്തിന്റെ കിതാബിൽ എവിടെയെങ്കിലും ഞങ്ങൾക്ക് വല്ല വള്ളിയും ഉണ്ടോ എന്ന് വിചാരിച്ച് ലിസാനുൽ അറബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നോക്കിയാൽ ഇത് കൃത്യമായി ഞാൻ ഈ പറഞ്ഞ കാര്യം ബോധ്യപ്പെടും. അതല്ലാതെ ഒരിക്കലും നമ്മുടെ ഉസ്താദുമാരി തിരുത്തി കൊടുത്തത് വജ്ഹു ശിബ്ഹ് എന്നല്ല, വജ്ഹു ശബഹ് എന്നാണ് എന്ന് തിരുത്തി കൊടുത്തത്. അത് തെറ്റാവുകയില്ല. അത് കഴിഞ്ഞപ്പോ പല ആളുകളും വിളിച്ചിട്ട് എന്തപ്പ നൗഷാദ്, അതല്ലെങ്കിൽ അത്തരം ആളുകൾ അവരൊക്കെ അങ്ങനെ പറഞ്ഞ് ന്യായം പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും അതിൽ സാധാരണക്കാരായ ആളുകൾ സംശയാലുക്കളായിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അഭിവന്യരായ ഉസ്താദുമാർ ഈ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ യാതൊരു പിഴവും പറ്റിയിട്ടില്ല എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു.